നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് ഇന്നായിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്റെ പേരിലുള്ള ഒരു അഭിപ്രായമാണ്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഫസ്റ്റ് സ്റ്റേജിനെ വെച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതിയ എല്ലാവർക്കും അറിയാം, ജോഗ്രഫി ഒക്കെ ആണെങ്കിലും നിങ്ങൾ സെക്കൻഡ് സ്റ്റേജ് എഴുതിയവരും ഒന്ന് നോക്കുക. ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റേജിൽ കിട്ടിയത് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജ് കുറേ അധികം വായിക്കാനുണ്ടായിരുന്നു, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡിഗ്രി ലെവലിന്റെ തലത്തിലുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളൊക്കെ പിന്നെയും തിരിച്ചു വന്ന ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു ഇന്നത്തെ ചോദ്യ പേപ്പർ. അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ജനറൽ ടോപ്പിക് എല്ലാം തന്നെ ഈസി ആയിട്ട് ഒരുവിധം നന്നായിട്ട് പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യ പേപ്പർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ കട്ട് ഓഫിനെ പറ്റിയിട്ട് പറയാൻ ഞാൻ ആളല്ല, എങ്കിലും പറയാം ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് മാർക്ക് സ്കോർ ചെയ്യുന്നവർ കൂടുതലായിരിക്കും. ഏകദേശം ഒരു 50+ വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ ഏകദേശം ഒരു 44-43 വാങ്ങിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു 49-50 എബവ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. 60 എബവ് വാങ്ങിച്ച ആൾക്കാരും ഒരുപാടുണ്ടായിരിക്കും. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ 45+ ഉള്ളവരെല്ലാം തന്നെ രണ്ട് സ്റ്റേജിലായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ കോൺഫിഡൻസ് ഇല്ല, ഇപ്പൊ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ജനറൽ ടോപ്പിക് പഠിച്ചു തുടങ്ങാം. കാരണം സെപ്റ്റംബർ 26-27 ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതായത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളൂടെ, കറക്റ്റ് ഒരു 90 ദിവസം തികച്ച് നമ്മുടെ മുമ്പിൽ കിട്ടില്ല പഠിക്കാനായിട്ട്. അപ്പൊ ഈ ജനറൽ ടോപ്പിക്കും സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ പഠിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുന്നത് കുറച്ച് പ്രയാസമാണ്. സോ ഫസ്റ്റ് പേപ്പറെങ്കിലും പഠിച്ചു തുടങ്ങുക. പേടിയുള്ളവര്, ഇതല്ല പേടിയൊന്നും ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ ടോപ്പിക് എന്ന പേപ്പർ പഠിച്ചു തുടങ്ങാം. ഇപ്പൊ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 799 രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. വീഡിയോ ക്ലാസ്, അതിന്റെ PDF നോട്ട്, ഓരോ മോഡ്യൂൾ കഴിയുന്നതിന്റെ മുറയ്ക്ക് MCQ ടെസ്റ്റ് സീരീസുകളായിട്ടായിരിക്കും കൊടുക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, കുറെ കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇന്നും കുറെ പേരെന്തോ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു ജോയിൻ ചെയ്തു. അപ്പം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് പേപ്പർ 2 ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. 1-2 കമന്റ് ഞാൻ കണ്ടിരുന്നു റിപ്ലൈ കൊടുക്കുന്നില്ലെന്ന്. നിങ്ങൾ ജസ്റ്റ് നമ്പർ ഒന്ന് നോക്കി ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാം ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ചോദ്യം. 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി, ശരിയാണ്. 1500 പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ സെക്കൻഡ് പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി, ശരിയാണ്. 1502 വാസ്കോഡ ഗാമ സെക്കൻഡ് തവണ കേരളത്തിലെത്തി, ശരിയാണ്. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനും ഈസി ക്വസ്റ്റ്യൻ ആണ്. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തി? ഓപ്ഷൻ സി ഡച്ചുകാരാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇവിടെ സംശയം ഒന്നും വരേണ്ട കാര്യമില്ല. ഈ രണ്ട് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് ആൾക്കാരുടെ ആൻസർ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഈ രണ്ട് ആൻസേഴ്സ് നമുക്ക് എളുപ്പം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ചാൽ മതി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതും ഈസി ടു മോഡറേറ്റ് ചോദ്യം തന്നെയാണ്, എല്ലാവരും എല്ലാ പ്രാവശ്യവും പഠിച്ചിട്ട് പോകുന്നതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത, മൻസബ്ദാരി സമ്പ്രദായം, ഈസി ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. മൻസബ്ദാരി സമ്പ്രദായം ഓപ്ഷൻ ബി അക്ബറിന്റെ കാലത്താണ്. അതുപോലെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഈസി ചോദ്യം. താഴെ പറയുന്ന സംഭവങ്ങൾ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. റൗലറ്റ് ആക്ട്, ബംഗാൾ വിഭജനം, ഗാന്ധി ഇർവിൻ പാക്ട്, നെഹ്റു റിപ്പോർട്ട്, ഈസി ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ ഹിസ്റ്ററി ചോദ്യങ്ങൾ 7 എണ്ണവും ഈസി ആയിരുന്നു, ഒരെണ്ണം ചിലപ്പോൾ ടഫ് ആവാൻ ചിലർക്ക് സാധ്യതയുണ്ട്. 8, 20 പരിപാടി കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഈസി ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബിൽ ഓഫ് റൈറ്റ്സ്, ബ്രസ് ലിറ്റോവസ് ഉടമ്പടി. അതിനകത്ത് ആൻസർ
ആൻസർ മാത്രം പറഞ്ഞു പോകാം. ഓപ്ഷൻ ഡി ആണ്. മെയിൻസ് വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 10, താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ വിൻസ്റ്റൺ ചർച്ചിലും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നത്. 11, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായിട്ടും ഡെൽറ്റ രൂപപ്പെടുത്തുക? അപ്പൊ 10 ചോദ്യവും ഹിസ്റ്ററി എളുപ്പമായിരുന്നു. അടുത്തത് ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായിട്ടും എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് നദികളുടെ നിക്ഷേപം. ഈസി ആണ്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള ഇന്നലെ ലാസ്റ്റ് റിവിഷൻ ടോപ്പിക്കിനകത്ത് നമ്മൾ പറഞ്ഞതാണ്, എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്ന ഓപ്ഷൻ ബി ആണ്. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിന്റെ ലംബ വ്യത്യാസം. 13, ഇന്ത്യയിലെ ഏത് പ്രദേശത്തിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന? ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതുതരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേര് കേട്ടതാണ്? ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ മഴക്കാട്. 15, പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. 16, വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി വരുമാന അസമത്വം. ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായിട്ടും എന്തിനെ ലക്ഷ്യമിടുന്നു? ഓപ്ഷൻ സി ദ്രവ്യത ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക. ഈസി ചോദ്യമായിരുന്നു ഫസ്റ്റ് ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. GDPയിലും ധനകമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ റിലേറ്റഡ് ഫാക്ട്സിൽ പറഞ്ഞതാണ്. സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ അളവുകോല്, നല്ല അളവുകോല് ഏതാണ്? ഓപ്ഷൻ സി ആണ് HDI. വാദം കൊടുത്തിട്ടുണ്ട്. റീസണും അതുപോലെ അസോർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരങ്ങളുണ്ട്. ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ്. അടുത്ത 21, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ സി 2005. കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കാൻ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയാണ് വരുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഉപദേശക അധികാരം, അഡ്വൈസറി കമ്മിറ്റി ആണെന്ന് കൃത്യമായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണിത്. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6 മാസം. കഴിഞ്ഞ ദിവസം ഇതെല്ലാം പറഞ്ഞ ചോദ്യമാണ്. റിലേറ്റഡ് ഫാക്ട്സ് കണ്ടിട്ട് പോയവർക്ക് ഇപ്പൊ തന്നെ കുറച്ചേറെ മാർക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താഴെ കമന്റ് ചെയ്യണേ. 26, താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. മൗലിക കടമകളിൽ ഉൾപ്പെടാത്ത ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക. ബാക്കിയെല്ലാം പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ പറയുന്നത്? ഇന്നലെയും പറഞ്ഞതാണ് നമ്മളിത്. ഓപ്ഷൻ ബി ആണ്. 52ാം ഭരണഘടന ഭേദഗതി. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊന്നും ആരും എഴുതി കാണാതിരിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 29ാമത്തെ ചോദ്യം, ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഗോലഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. അടുത്ത 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 40. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഓപ്ഷൻ എ ആണ്. വർത്തമാന പുസ്തകം. കുറച്ചു പേര് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചവർക്ക് പാടാവാൻ സാധ്യതയില്ല. ദ്വിതീയ അക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർച്ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്, കായംകുളം. ഈ ചുവർച്ചിത്രത്തിന്റെ വിഷയം എന്താണ്? ഗജേന്ദ്രമോക്ഷം. 34, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ഓപ്ഷൻ ഡി വള്ളത്തോളാണ്. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ഈസി ആയിട്ടുള്ള ചോദ്യം, ഓടക്കുഴൽ രണ്ടാമൂഴം ദേശത്തിന്റെ കഥ കയർ. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. ഓപ്ഷൻ മാത്രം പറയാം. ഓപ്ഷൻ ബി ആണ്. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ രാജ്യസമാചാരം. കേരളത്തിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? ഓപ്ഷൻ സി കോറൽമാൻസ് ചരിത്രം. ബോഗി എന്ന പദം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ലോസ് ഏഞ്ചൽസ്. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി.
താഴെ കൊടുത്തവയിൽ ഏതാണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ലിനക്സ്. ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ വരുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. താഴെ പറയുന്ന ഹരിതഗ്രഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൽ വാതകത്തിന്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് ഓപ്ഷൻ ബി. ജൈവ വൈവിധ്യത്തിന്റെ ഇൻ സീറ്റു സംരക്ഷണത്തിന്റെ രീതികളാണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി. ഗ്രേറ്റ് പസഫിക് ഗാൾബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ എ. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? SCRT ചോദ്യമാണ്. ഓപ്ഷൻ ബി. അടുത്തത് 51 തൊട്ട് കണക്കിന്റെ ചോദ്യങ്ങളായിരുന്നു. കണക്കിന്റെ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് മാത്രം പറയാം. 51 ഓപ്ഷൻ ബി, 52 ഓപ്ഷൻ ഡി, 53 ഓപ്ഷൻ എ, 54 ഓപ്ഷൻ സി, 55 ഓപ്ഷൻ എ, 56 ഓപ്ഷൻ സി, 57 ഓപ്ഷൻ സി, 58 ഓപ്ഷൻ എ, 59 ഓപ്ഷൻ ബി, 60 ഓപ്ഷൻ ഡി, 61 ഓപ്ഷൻ എ, 62 ഓപ്ഷൻ ഡി, 63 ഓപ്ഷൻ ബി, 64 ഓപ്ഷൻ സി, 65 ഓപ്ഷൻ സി, 66 ഓപ്ഷൻ എ, 67 ഓപ്ഷൻ എ, 68 ഓപ്ഷൻ ബി, 69 ഓപ്ഷൻ ഡി, 70 ഓപ്ഷൻ സി. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യമാണ്. 71 ഓപ്ഷൻ ബി, 72 ഓപ്ഷൻ സി, 73 ഓപ്ഷൻ സി, 74 ഓപ്ഷൻ എ, 75 ഓപ്ഷൻ എ, 76 ഓപ്ഷൻ ഡി, 77 ഓപ്ഷൻ ബി, 78 ഓപ്ഷൻ ബി, 79 ഓപ്ഷൻ സി, 80 ഓപ്ഷൻ ഡി, 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ എ, 83 ഓപ്ഷൻ ബി, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ ഡി, 88 ഓപ്ഷൻ സി, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ സി. അടുത്തത് മലയാളമാണ്. ശരിയായ പദം ശുപാർശയെ സംബന്ധിച്ച് ശരിയായ പദം ഓപ്ഷൻ ബി ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ബി. 92 ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം എന്താണ്? ഓപ്ഷൻ സി വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഓപ്ഷൻ ഡി ആണ്, ആത്മയാജി. മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്ത് പ്രവർത്തിക്കാവോ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. വെണ്മ എന്നത് പിരിച്ചെഴുതിയാൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ സി. ദിക് പ്ലസ് നാഗൻ എങ്ങനെയാണ് ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ ബി. അപ്പൊ ഫൈനൽ ആൻസർക്ക് വരെ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. ഒരുവിധം നല്ല മാർക്ക് സ്കോർ ചെയ്തവർ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ ടോപ്പിക് എങ്കിലും പഠിച്ചു തുടങ്ങാം. കാരണം പിന്നീട് നമുക്കൊരു റിഗ്രറ്റ് തോന്നാൻ പാടില്ല. എനിക്ക് സമയം കിട്ടിയില്ലല്ലോ, അന്ന് എല്ലാവരും പറഞ്ഞതാണ്, കഷ്ടമായി പോയി എന്നുള്ളത് നമുക്ക് തിരിച്ചു പോയി നമുക്ക് തിരുത്തിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. അതല്ല നല്ല ഉറപ്പുള്ളവര് സ്പെഷ്യൽ ടോപ്പിക്ക് പേപ്പർ സെക്രട്ടറി അസിസ്റ്റന്റെയും SIയുടെയും ഒക്കെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.